മച്ചിലേക്ക് എത്തി നിൽക്കുന്ന പടികൾ, ഭിത്തികളിലേക്ക് തുറക്കുന്ന വാതിലുകൾ, ചിമ്നികളില്ലാത്ത ഫയർ പ്ലേസുകൾ, പെട്ടികൾ അടുക്കി വച്ചതുപോലെ മുറികളുടെ ഉള്ളിൽ ചെറിയ മുറികൾ. $5 മില്യൺ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ബംഗ്ലാവിൽ 10,000 ജനലുകൾ, 2,000 വാതിലുകൾ, 160 മുറികൾ, 6 അടുക്കളകൾ എന്നിവയുണ്ട്. കാലിഫോർണിയയിലെ സാൻ ഹുസയിൽ സ്ഥിതി ചെയ്യുന്ന വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസ് അങ്ങേയറ്റം വിചിത്രമായ ഒരു ബംഗ്ലാവാണ്. ആരാണിത് നിർമ്മിച്ചത്? എന്തിനാണ് ഇത് ഇങ്ങനെ നിർമ്മിച്ചത്? നമുക്ക് നോക്കാം. 1862 തോക്കുകളും വെടിക്കോപ്പുകളും നിർമ്മിച്ചിരുന്ന വിഞ്ചസ്റ്റർ റിപ്പീറ്റിംഗ് ആംസ് കമ്പനിയുടെ ഉടമസ്ഥൻ്റെ മകനായ വില്യം വെർട്ട് വിഞ്ചസ്റ്ററിനെ സാറ ലോക്വുഡ് വിവാഹം ചെയ്തു. ഇരുവരും ബാല്യകാല സുഹൃത്തുക്കളും അയൽക്കാരും ആയിരുന്നു. അവരുടെ ഏകപുത്രി ജനിച്ച 6 ആഴ്ചയ്ക്കകം മരണമടഞ്ഞു. 1869 സാറയുടെ അച്ഛൻ മരിച്ചു. അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും 1880 മരണമടഞ്ഞു. 1881 ട്യൂബർക്കുലോസിസ് പിടിപെട്ട് ഭർത്താവ് മരിച്ചു. 1884 സാറയുടെ മൂത്ത സഹോദരിയും മരണമടഞ്ഞു. ഇത്രയധികം മരണങ്ങൾ സാറ വിഞ്ചസ്റ്ററിനെ തളർത്തി. വിഞ്ചസ്റ്റർ കുടുംബത്തിൻ്റെ വമ്പിച്ച സ്വത്തിൻ്റെ അവകാശിയായി മാറിയിരുന്നു സാറ. കാലിഫോർണിയയിലെ സാന്റാ ക്ലാര വാലിയിലെ ലാനഡ വില്ല അവർ വാങ്ങി. ആർക്കിടെക്ചറിൽ വളരെ താൽപ്പര്യമുണ്ടായിരുന്ന സാറ ഈ ബംഗ്ലാവിൽ പുതിയ പല മുറികളും മറ്റും ഉണ്ടാക്കി തുടങ്ങി. എന്നാൽ ഇതിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഒരു മുറി ഉണ്ടാക്കി അത് ഇഷ്ടമായില്ലെങ്കിൽ അത് പൊളിച്ച് മറ്റൊന്ന് ആരംഭിക്കുമായിരുന്നു. അങ്ങനെ പണിത് ഈ ബംഗ്ലാവ് ആദിയും അന്തവും ഇല്ലാത്ത ഒരു പസിലായി മാറി. 2 നിലയുണ്ടായിരുന്ന ഭവനത്തിൻ്റെ ചിലയിടങ്ങൾ 5 നിലയാക്കി. 7 നിലയുള്ള ഒരു ടവറും അവർ പണിതു. ഈ ടവർ 16 തവണ പുനർനിർമ്മിച്ച ശേഷമായിരുന്നത്രേ സാറയ്ക്ക് തൃപ്തിയായത്. 1906 ഭൂകമ്പത്തിൽ വിഞ്ചസ്റ്റർ ഹൗസിന് സാരമായി തകരാർ സംഭവിച്ചു. 2 നിലകളും ചിമ്നികളും തകർന്നുപോയി. സാറ വിഞ്ചസ്റ്റർ കുറേ കേടുപാട് തീർക്കുകയും വീട് സുരക്ഷിതമാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വീട് നിർമ്മാണം പുനർ ആരംഭിച്ചില്ല. 1922 83-ാം വയസ്സിൽ സാറ വിഞ്ചസ്റ്റർ മരണമടഞ്ഞു. 9 മാസത്തിനു ശേഷം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസ് തുറക്കപ്പെട്ടു. വളരെയധികം വിഷാദവും ദുർബലമായ ആരോഗ്യവും മനസ്സുമാകാം ഇങ്ങനെ ഒരു ബംഗ്ലാവ് നിർമ്മിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അന്ധവിശ്വാസങ്ങളും കിംവദന്തികളും സാറ വിഞ്ചസ്റ്ററിനെയും അവരുടെ വീടിനെയും ചുറ്റിപ്പറ്റി ഇന്നും നിലനിൽക്കുന്നു.